സിസിലിയ ക്രിയേഷൻസിൻ്റെ വിസ്ഡം പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. അന്ന് വളരെ വിഷമത്തോടു കൂടിയാണ് ആ കുട്ടി ഗുരുകുലത്തിലേക്ക് പോയത്. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് ആ കുട്ടി ഗുരുകുലത്തിലേക്ക് വിദ്യാഭ്യാസത്തിനായിട്ട് പോകുമ്പോൾ ആദ്യമായിട്ട് വീട് വിട്ടു പോകുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ആ കുട്ടിക്കുണ്ടായിരുന്നു. ഗുരുകുലത്തില് ഒറ്റപ്പെട്ടു പോയ ആ കുട്ടി അവിടുത്തെ കൂട്ടുകാരുടെയും ഗുരുവിൻ്റെയും ശിക്ഷണത്തിൽ വളർന്നു വരികയാണ്. പക്ഷേ വളരെ വിഷമത്തിലായിരുന്ന ആ കുട്ടിക്ക്, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ആ കുട്ടിക്ക് തുടക്കത്തിൽ ഒന്നും പഠിക്കുവാനായിട്ട് സാധിച്ചില്ല. ഗുരു പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യവും അവന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. ഒപ്പം കൂട്ടുകാരുടെ കളിയാക്കലുകൾ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ അവനെ കളിയാക്കി വിളിക്കുവാനായിട്ട് തുടങ്ങി. പൊട്ട, വിഡ്ഢി എന്നൊക്കെ ആ കുട്ടിയെ വിളിക്കാനായിട്ട് തുടങ്ങി. കൂട്ടുകാരുടെ പരിഹാസത്തിന് അവൻ എന്നും പാത്രമായിരുന്നു. അവനൊന്നും പഠിക്കുവാനായിട്ട് സാധിച്ചില്ല. കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുപോയി. ഗുരു ഈ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവനൊന്നും മനസ്സിലാക്കുവാനോ പഠിക്കുവാനോ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഗുരു ഒരു ദിവസം ഈ കുട്ടിയെ അടുത്ത് വിളിച്ചിട്ട് ഒരു പൊതിച്ചോറും കൈ കൊടുത്തിട്ട് പറഞ്ഞു, മകനെ, നീ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക. നിനക്ക് ഇവിടെ വിദ്യാഭ്യാസം സാധിക്കും എന്ന് തോന്നുന്നില്ല. നിനക്ക് പഠിക്കുവാനുള്ള കഴിവ് വളരെ കുറവാണ്. ആ കുട്ടി വളരെ ദുഃഖത്തോടു കൂടി തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക്. പോകുന്ന വഴിക്ക് ഗുരു നൽകിയ പൊതിച്ചോറ് അവൻ്റെ കയ്യിലുണ്ട്. അവൻ നടന്ന് ഉച്ചയാകാറായപ്പോൾ ഒരു കിണറ്റിനരികിലെത്തി. പൊതിച്ചോറ് അവിടെ വെച്ചു. അല്പം വെള്ളം കോരണം കഴിക്കുവാനായിട്ട്. അന്ന് കല്ലൊക്കെ വെച്ച് കെട്ടിയെടുത്ത ഒരു കിണറാണ്. അവൻ നോക്കുമ്പോൾ ആ കിണറിൻ്റെ തീരത്തായിട്ട് ഒരു പാളയും ഒരു കയറും കാണുന്നുണ്ട്. അന്നൊക്കെ പാള ഉപയോഗിച്ചാണ് അല്ലേ, പാള ഒരു തൊട്ടി പോലെ കയർ ഉപയോഗിച്ച് കെട്ടിയാണ് അടുത്ത് വെച്ചിരിക്കുന്നത്, കിണറിനോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. അവൻ അതെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. അതിനകത്ത് വെള്ളം നിറഞ്ഞു. അവനത് പ്രയാസപ്പെട്ട് മുകളിലേക്ക് വലിച്ചു കയറ്റുകയാണ്. ആയാസപ്പെട്ട് അവൻ വലിച്ചു കയറ്റുന്ന സമയത്ത് അവൻ്റെ കണ്ണില് ഒരു കാര്യം കാണുവാനായിട്ട് സാധിച്ചു. അവൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കടന്നു വന്നു. അവൻ ആയാസപ്പെട്ട് ഇത് പിടിച്ചു കയറ്റുന്ന സമയത്ത് അതിൻ്റെ കയറ് ആ കിണർ കെട്ടുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കല്ലിൽ വലിച്ചു കയറ്റുകയാണ്. അപ്പം അതിൻ്റെ കല്ലിൽ ഒരഞ്ഞാണ് ഇവൻ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അവനവിടെ ശ്രദ്ധിച്ചു. അവന് കാണുവാനായിട്ട് കഴിഞ്ഞു ആ കല്ല് തേഞ്ഞ് വളരെ മിനുസമായിട്ട് വന്നിരിക്കുന്ന കാഴ്ച അവൻ്റെ ശ്രദ്ധയിൽ വന്നു. ഇത് ഒരു വലിയ റിയലൈസേഷൻ അവന് കൊടുത്തു. അവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത കടന്നുപോയി. ഇത്രയും കാഠിന്യമുള്ള കല്ലിന് തേഞ്ഞ് മിനുസപ്പെടാനായിട്ട് സാധിച്ചുവെങ്കിൽ എത്രമാത്രം തവണ വെള്ളം കോരിയിട്ടായിരിക്കാം ആ കല്ലിന് അങ്ങനെ തേയ്മാനം സംഭവിച്ചിരിക്കുക. എത്രയോ നാളുകളുടെ പരിശ്രമം കൊണ്ടാണ് അനേകര് അവിടെ വന്ന് വെള്ളം കോരിയിട്ടുണ്ട് അല്ലേ. ആ സമയത്തൊക്കെ ഈ കയറ് ആ കല്ലിൽ ഒരഞ്ഞാണ് ഈ കല്ലിന് അങ്ങനെ മിനുസം ഉണ്ടായിരിക്കുന്നത്. ഇതൊരു വലിയ കാഴ്ചപ്പാടാണ് ആ കുട്ടിക്ക് കൊടുത്തത്. ആ കുട്ടി ആ വെള്ളം കോരിയ വെള്ളം കിണറിന്റെ തീരത്ത് വെച്ചിട്ട് ഗുരു നൽകിയ ആ പൊതിച്ചോറ് അത് കഴിക്കാതെ ആ പൊതിച്ചോറും ആ കിണറിന്റെ പക്കത്ത് ഉപേക്ഷിച്ചിട്ട് അവൻ ഗുരുകുലത്തിലേക്ക് തിരിച്ചുപോയി.
ഗുരുകുലത്തിലെത്തിയ ആ കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കിയ ഗുരുവിന് മനസ്സിലായി അവന്റെ തിരിച്ചുവരവിന്റെ ഉദ്ദേശം. ഗുരു അവനോടൊന്നും ചോദിച്ചില്ല. ആ കുട്ടി ആ ഗുരുകുലത്തിലെ ശിക്ഷണത്തില് വളർന്ന് വലിയ മഹാനായിട്ടുള്ള ഒരു കവിയായി തീർന്നു. ആ കവിയാണ് ഇന്ത്യ അറിയപ്പെടുന്ന ഗോസ്വാമി തുളസീദാസ്. ആ തുളസീദാസിന്റെ വളർച്ച, തുളസീദാസായി തീർന്നത് ആ കിണറിന്റെ തീരത്ത് വെച്ചാണ്. അവൻ ഇങ്ങനെ ഒരു തീരുമാനം ആ സമയത്ത് എടുത്തു. ഇത്ര കഠിനമായ കല്ലിന് വരെ തേഞ്ഞ് മിനുസപ്പെടാനായിട്ട് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും? മറ്റുള്ള കുട്ടികള് ഒരു തവണ വായിക്കുമ്പോൾ മനസ്സിലാകുമായിരിക്കും, ചിലർക്ക് 10 തവണ വായിക്കുമ്പോൾ മനസ്സിലാകുമായിരിക്കും, ചിലർക്ക് അനേകം തവണ വായിച്ചാലായിരിക്കും മനസ്സിലാവുക. പക്ഷേ ഞാൻ തുളസീദാസ് അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു. ഞാൻ പഠിക്കുന്നത് വരെ വായിക്കും. 1 തവണയാകട്ടെ, 10 തവണയാകട്ടെ, എത്ര തവണയാകട്ടെ, പഠിക്കുന്നത് വരെ വായിക്കുക. കഠിനമായിട്ടുള്ള കല്ലിന് വരെ തേഞ്ഞ് മിനുസപ്പെടാനായിട്ട് സാധിക്കും എങ്കിൽ എനിക്കും സാധിക്കും. പ്രിയമുള്ളവരെ, ഇതാണ് അവന് കിട്ടിയ ആ വിസ്ഡം. അറിവല്ല അവൻ അവർ കൊടുത്തത്, അതിനെ കഴിഞ്ഞും ഉപരിയായിട്ട് അവനിലേക്ക് അവൻ അറിയാതെ ഒരു ജ്ഞാനം കടന്നു വന്നു. അതാണ് വിസ്ഡം. അതാണ് തുളസീദാസിനെ തുളസീദാസാക്കി മാറ്റിയത്. മറ്റൊരു വിലപ്പെട്ട അറിവുമായി വീണ്ടും വിസ്ഡം നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതാണ്. എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും.